ഓരോ മതവിഭാഗങ്ങൾക്കും അവരവരുടേതായ പുസ്തകങ്ങളുണ്ട്. ക്രിസ്ത്യാനിക്ക് ബൈബിളുണ്ട്, ഖുറാന് മുസ്ലിമിൻ്റെ ആപ്തവാക്യങ്ങളാണ്, രാമായണവും ഗീതയും ഹിന്ദുക്കൾക്കുണ്ട്. പക്ഷേ ഒരു ഇന്ത്യൻ പൗരൻ്റെ വേദപുസ്തകം ഇന്ത്യൻ ഭരണഘടനയാണ് എന്ന് ഒരു നിയമവിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റി മാത്രമല്ല, ഇന്ത്യയിലെ പല വിഭാഗങ്ങളും പല ജീവിത മേഖലകളിൽപ്പെട്ടവരും തുടർച്ചയായി മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നാം ചരിത്രം പഠിച്ചിട്ടുണ്ട് എങ്കിലും ചരിത്രത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമെന്നാണ്. എന്നാൽ ചരിത്രം വായിക്കുക പോലും ചെയ്യാത്ത ആളുകൾ ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നതിൻ്റെ ദുരന്തമാണ് വർത്തമാനകാല ഇന്ത്യ നേരിടുന്നതെന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന മനുഷ്യത്വരഹിതമായ അക്രമങ്ങൾ. നമുക്ക് ഓർമ്മയുണ്ട് 1999 ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ മിഷണറിയൻ 2 മക്കളെയും ജീവനോടെ ചുട്ടരിച്ച സംഭവം, ദോഗ്രയിൽ ഉണ്ടായ കന്യാസികൾക്ക് നേരെ ഉണ്ടായ സംഭവം, ഇതൊക്കെ ഈ ഗവൺമെൻറ്റൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ആര് ഭരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത്തരം മാനസികാവസ്ഥകൾ എല്ലാ കാലങ്ങളിലും സമൂഹത്തിൽ കുറച്ച് നിന്നു വന്നിരുന്നു എന്നുള്ളതും അത് സമീപ പതിറ്റാണ്ടുകളിൽ വളരെ അതിൻ്റെ ഒരു രൗദ്രഭാവത്തിലേക്ക് മാറുന്നു എന്നും കൂടിയാണ് നാം മനസ്സിലാക്കേണ്ടത്. മിഷണറിമാരുടെ ഒരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഗാന്ധിജിയെയും ടാഗോറിനെയും ഏറ്റവും അധികം സ്വാധീനിച്ച ഒരാൾ ബ്രിട്ടീഷ് മിഷണറി ആയിരുന്ന ചാൾസ് ഫ്രിയർ ആൻഡ്രൂസ് എന്ന് പറയുന്ന CF ആൻഡ്രൂസ് ആയിരുന്നു. അദ്ദേഹം 1914 മഹാത്മാഗാന്ധിയെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് പരിചയപ്പെടുന്നത്. അദ്ദേഹമാണ് ഗാന്ധിജിയോട് ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോവാനും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മാറാനും നേതൃത്വത്തിലേക്ക് വരാനും ആദ്യമായി ഉപദേശിക്കുന്നത്. അദ്ദേഹമാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഒരാൾ. അദ്ദേഹത്തിനെയാണ് ഗാന്ധിജി ദീനബന്ധു, ദ ഫ്രണ്ട് ഓഫ് ദി പുവർ എന്ന് വിളിച്ചിരുന്നത്. അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ഇന്ത്യയുടെ സാംസ്കാരിക രാഷ്ട്രീയ രൂപീകരണത്തിലും വിദേശികളായിട്ടുള്ള മിഷണറിമാരുടെ സേവനങ്ങൾ പോലും അറിയാതെ പോകുന്ന അജ്ഞരായ ഒരു ഭരണകൂടം എന്ന് പറയുന്നത് ഏതൊരു സമൂഹത്തിൻ്റെയും ശാപമാണ്. അത് ഏതൊരു നാട്ടിൻ്റെയും ഏത് ജനപദങ്ങളുടെയും ഒരു ശാപമാണ്. അതിൻ്റെ വിലയാണ് നാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കൽ 1935 തോന്നുന്നു, ഒരു ക്രിസ്മസ് ദിനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് അയച്ച ഒരു ക്രിസ്മസ് സന്ദേശം ഞാൻ ഓർക്കുകയാണ്. അത് ഇപ്രകാരമാണ്: പിറവി വർഷത്തിലൊരിക്കലും, കുരിശുമരണം എല്ലാ ദിവസവും. ഇപ്പോൾ ഈ തടവിലാക്കപ്പെട്ട, അത് വേറൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ് കേട്ടോ, വേറൊരു സ്പിരിച്വൽ അവസ്ഥയിൽ, വേറൊരു ആത്മീയ തലത്തിലാണ് ടാഗോർ അങ്ങനെ എഴുതുകയുണ്ടായത്. എനിക്ക് തോന്നുന്നത് ഈ കുരിശുമരണമല്ല, ഭൗതികമായ മരണം മാത്രമല്ല, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നത് മാത്രമല്ല മരണമെന്ന് പറയുന്നത്. കാരാഗ്രഹവാസവും ഒരു തരത്തിലുള്ളൊരു മരണമാണ്. ഒരാളുടെ ഇൻറ്റഗ്രിറ്റിയുടെ പുറത്തുള്ള, ഒരാളുടെ ആത്മാഭിമാനത്തിൻ്റെ പുറത്തുള്ള കടന്നുകയറ്റവും ഒരു തരത്തിലുള്ള മരണം കൂടിയാണ്, അവസാനം കൂടിയാണ്, സഹനം കൂടിയാണ്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും കുരിശുമരണം അനുഭവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ചില പ്രത്യേക മത ജാതി വിഭാഗക്കാർ എത്തിപ്പെടുന്നു എന്നുള്ള ഒരു നിസ്സഹായമായ യാഥാർത്ഥ്യം കൂടി നാം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, മിനിഞ്ഞാന്ന് 2 ദിവസമായി കോടതികളിൽ നടക്കുന്ന ചില നാടകങ്ങൾ, ഈ ബന്ധപ്പെട്ട കോടതികളിൽ നടന്ന ചില നാടകങ്ങൾ ഞാൻ ആലോചിക്കുകയാണ്. ആദ്യം മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കന്യാസ്ത്രീകളടക്കമുള്ള പ്രതികളെ ഹാജരാക്കുന്നത്. നാം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു മതം മാറ്റം നടക്കുന്നില്ല. കാരണം ഈ കുട്ടികൾ അതിനു മുമ്പേ തന്നെ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്.
രണ്ട്, അവർ മൈനർമാരല്ല, അവരൊക്കെ പ്രായപൂർത്തിയുള്ള ആളുകളാണ്. അത് ഹിന്ദു പത്രം എല്ലാ പത്രങ്ങളിലും വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളാണ്. അപ്പോൾ തന്നെ ഈ പറയുന്ന കുറ്റാരോപണങ്ങൾ നിലനിൽക്കുന്നില്ല. പിന്നെ മറ്റൊന്ന്, ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ മനുഷ്യക്കടത്ത് പഴയ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം 370 വകുപ്പ് പ്രകാരം 10 വർഷം തടവ് കിട്ടാവുന്ന ഒരു കുറ്റമാണത്, മനുഷ്യക്കടത്ത് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, മനുഷ്യക്കടത്ത് മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസിന് വേണ്ടി, ഉദാഹരണം ഓർഗൻ മോഷ്ടിക്കാൻ, ശരീര അവയവ മോഷണത്തിന് വേണ്ടിയിട്ട്, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപകരണങ്ങളായിട്ട് മനുഷ്യനെ ഉപയോഗിക്കാൻ വേണ്ടി, ഇത്തരം കാര്യങ്ങൾ ഉള്ള ഒരവസ്ഥയിലാണ് ഈ മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന നാം ഈ പത്രങ്ങളൊക്കെ എടുത്തു കാണിക്കുന്ന ഈ ഭീകര വാക്ക് ഉണ്ടാവുന്നത്. ഒരിക്കലും ഒരു കോൺവെൻറ്റിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുവാനോ അവിടെ മെയ്ഡായി ഒക്കെ സേവനം ചെയ്യുവാനോ പോകുന്ന ഒരു യാത്രയെ മനുഷ്യക്കടത്തായിട്ട് നിർവചിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു പ്രാഥമികമായ ബുദ്ധിയാണ്. പിന്നീട് പോലീസ് വരുമ്പോൾ അവിടെ തടിച്ചുകൂടിയ ഒരു പ്രത്യേക രാഷ്ട്രീയ ആയുധധാരികളായ രാഷ്ട്രീയ ഗ്രൂപ്പുകൾ, ബജരംഗൾ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ അവിടെ നടത്തിയ ഒരു സാമൂഹികമായ ഒരു സോഷ്യൽ എക്സിബിഷനിസമുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് ഈ അറസ്റ്റിനേക്കാൾ കൂടുതൽ ഭയാനകമായിട്ടുള്ളത്. അത് ഞാൻ 2 ദിവസം മുമ്പ് ഈ വിഷയത്തിൽ ഒരു ചർച്ചയിൽ പോയപ്പോൾ ഞാനത് പറയുകയുണ്ടായി, ഒരു TV ചർച്ചയിൽ. കാരണം ഇവിടെ വീണ്ടും ആ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം ആഗ്രഹിക്കും. ഇവിടെ CPMകാർക്ക് ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ ലീഗുകാരോ കോൺഗ്രസ്സുകാരോ അത് ആഘോഷിക്കാറുണ്ടോ? ഇല്ല. ഇവിടെ BJPക്കാർക്ക് ഒരു കൊലക്കേസിൽ ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും തെരുവിലിറങ്ങി പാഠം നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ കന്യാസ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു കോലാഹലം, ഒരു അട്ടഹാസം, ഒരു ആർത്തിരമ്പല്ല തെരുവീതിയിൽ കൂടെ നടക്കുകയാണ്. അതാണ് ഏറ്റവും അപകടകരമായ ഒരു സൂചന എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇവിടെ ഹമീദ് സാറ് ശരിയായി സൂചിപ്പിച്ചതുപോലെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ മാറ്റുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. സെക്കുലറിസവും സോഷ്യലിസവും എന്ന് പറയുന്ന വാക്കുകൾ എടുത്തു മാറ്റുവാനുള്ള ശ്രമം ഇവിടെ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. 100 വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട സംഘപരിവാർ എന്ന് പറയുന്ന സംഘടന അതിൻ്റെ 100ാമത്തെ വർഷത്തിൽ ഇന്ത്യ തികച്ചും ഒരു മതരാഷ്ട്രമാക്കി മാറ്റും എന്നുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഒരു പ്രാവർത്തികമാക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതും കൂടി പറയാതെ വയ്യ. പക്ഷേ ഇതിനെ നേരിടേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് മനസ്സിലാവാത്തൊരു കാര്യം. എങ്ങനെ അത് വളരെ ആലോചിച്ചൊരു കാര്യം. എനിക്ക് ഈ ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ ഇവിടെ കാണുമ്പോൾ, ഫാദർ ജോണിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘാടനത്തെ ഇവിടെ കാണുമ്പോൾ എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട് കേട്ടോ. 10-15 കൊല്ലം മുമ്പ് ജോസഫ് സാർ എന്ന് പറയുന്ന ഒരു പാവം കോളേജ് അധ്യാപകൻ്റെ കൈവെട്ടി മാറ്റിയപ്പോൾ കുറ്റകരമായി നിശബ്ദമായിരുന്ന ഒരു മതസമീപനമല്ല, സാമൂഹ്യ സമീപനമല്ല ഈ കാര്യത്തിലുണ്ടായത് എന്നുള്ളത് സന്തോഷം പകരുന്നു. ഈ കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ചെന്ന സമയത്ത് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അത് പറയാതെ വയ്യ. പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മുസ്ലിം ഭീകരവാദികൾ എൻ്റെ കൈ വെട്ടി മാറ്റി, പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന മതവും സഭയും എൻ്റെ കഴുത്തും വെട്ടി മാറ്റി. അതിൽ നിന്നും അത് തുറന്ന് പറയേണ്ടി വരുന്നത്, അത് മറച്ചു വെക്കാനൊന്നും കഴിയില്ലെന്നേ. അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്, ചരിത്രത്തിൽ എഴുതി വെച്ച യാഥാർത്ഥ്യങ്ങളാണ്. കേരള മനസാക്ഷി ഏറ്റവും വേദനിപ്പിച്ച ഒരു സംഭവം തന്നെയാണ്. പിന്നെ അന്നത്തെ യുവാവായിരുന്നു, വളരെ യൗവനം കഴിയാത്ത ഭാര്യ ജീവിക്കാൻ ഗതിയില്ലാതെ ആത്മഹത്യ ചെയ്തതൊക്കെ നാം കണ്ടതാണ്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി 1.5 പതിറ്റാണ്ട് അത് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അത്തരം ചില അക്രമങ്ങളെ ഏത് മതത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ഏതു ഭീകരതയുടെ ഭാഗത്തു നിന്നായാലും അതുണ്ടായാൽ പ്രതികരിക്കപ്പെടേണ്ടതാണ്, അതിനെതിരെ ശബ്ദമുയർത്തപ്പെടേണ്ടതാണ്. അവിടെ ലാഭനഷ്ടങ്ങളല്ല നോക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവ് ഈ കൂട്ടായ്മ നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് എന്ന് ഞാൻ കാണുന്നു. അതിൽ ഞാൻ അത്രയധികം സന്തോഷിക്കുന്നു. അത് പറയാതെ വയ്യ. വിശേഷിച്ചും മലയാളിക്ക് 2 വികാരമുണ്ട്. ഒന്ന് അധികാരത്തോടുള്ള വല്ലാത്ത വിധേയത്വം, അത്യന്തം അപകടകരം. അതിനേക്കാൾ വലിയൊരു അപകടകരമാണ് ഔദാര്യങ്ങളോടുള്ള വല്ലാത്ത ആസക്തി. അധികാരമുള്ളവൻ ഔദാര്യം വെച്ച് നീട്ടിയാൽ അതിൻ്റെ പുറകെ പോകുന്നത് സ്പിരിച്വാലിറ്റി അല്ല, അതിന് വിധേയപ്പെടുന്നതും നമ്മുടെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഞാൻ ആ കേസിലേക്ക് തിരിച്ചു വരാം.
ഇത് മജിസ്ട്രേറ്റ് കോടതി ഇത് സെഷൻസ് അങ്ങനെയാണ്. ഈ 10 വർഷത്തിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ശിക്ഷ കിട്ടേണ്ട വലിയ കുറ്റകൃത്യങ്ങൾ സെഷൻസ് കോടതിയാണ്, അതായത് ജില്ലാ കോടതിയാണ് പരിഗണിക്കേണ്ടത്. ജില്ലാ കോടതി ചെന്നപ്പോൾ പറയുകയാണത് NIA കോടതിയാണ് പരിഗണിക്കേണ്ടത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. ഈ പോലീസ് അതുപോലെയുള്ള വേറൊരു അന്വേഷണ ഏജൻസിയാണത്. 2008 അത് രൂപീകരിച്ചിരിക്കുന്നത്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആക്ട് പ്രകാരം. അത് എന്താ അന്വേഷിക്കേണ്ടതെന്ന് അറിയാമോ? അതിൻ്റെ പരിധിയിൽ വരുന്നത് രാജ്യദ്രോഹം, ടെററിസം, ബോംബ് വിതരണം, ഇന്ത്യൻ ദേശീയത തകർക്കാൻ ശ്രമിക്കൽ, അല്ലെങ്കിൽ ഇവിടെ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കൽ, ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിക്കൽ, ഇത്തരം കഠിനമായ ദേശീയതയെ ബാധിക്കുന്ന, നാഷണാലിറ്റിയെ ബാധിക്കുന്ന ക്രൈമുകളാണ് NIA അന്വേഷിക്കേണ്ടത്. എന്നാൽ എന്ത് ചെയ്തു? 2019 വളരെ ബുദ്ധിപരമായിട്ട് ഇത് അമെൻഡ് ചെയ്തു. ആര്? ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്. ഇപ്പോഴത്തെ ഗവൺമെൻറ് വെച്ചാൽ ഈ ഗവൺമെൻറ് തന്നെയാണല്ലോ അന്നും ഉണ്ടായിരുന്നത്, മന്ത്രിസഭ മാറി എന്നല്ലേ ഉള്ളൂ. അതിലെന്ത് ചെയ്തു? ഞാൻ മുമ്പേ പരാമർശിച്ച ഈ മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന, ഇപ്പോൾ അത് ഈ BNS എന്ന് പറഞ്ഞ് മാറ്റി കേട്ടോ. ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡൊക്കെ പോയി, ഇപ്പോൾ BNS എന്ന് പറയും, ഭാരതീയ ന്യായ സംഹിത. അതിൽ പുതിയ വകുപ്പ് 143 പഴയ 370 IPC. അതുപ്രകാരം ഉള്ള കുറ്റകൃത്യങ്ങൾ കൂടി എന്ത് ചെയ്തു? ഈ NIA അന്വേഷിക്കേണ്ട ലിസ്റ്റിലേക്ക് വന്നു. അതെന്താണെന്ന് ആലോചിച്ച് നോക്കണം. മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന, ആദ്യം മജിസ്ട്രേറ്റ് കോടതി മാത്രം വിചാരണ ചെയ്യേണ്ട ഒരു ലഘുവായ ഒരു കുറ്റകൃത്യത്തെ NIA UAPA ആക്ട് പ്രകാരം, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം രാജ്യദ്രോഹ കുറ്റം അന്വേഷിക്കേണ്ട ഒരു ഏജൻസിയുടെ അധികാരപരിധിയിലേക്കും കൂടെ തന്ത്രപൂർവ്വം 2019 മാറ്റി. NIA എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? അക്കാഡമിക്കലി അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. NIA ആക്രമിക്കേണ്ടത് പോലീസ് എന്ത് ചെയ്യും? ഇതിങ്ങനെ NIA അന്വേഷിക്കേണ്ട കേസുകളുടെ ഷെഡ്യൂളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ് 15 ദിവസത്തിനുള്ളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കും. കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇതിൻ്റെ വസ്തുതകളൊക്കെ പഠിച്ച് അത്രയും ഗ്രേവാണ് എങ്കിൽ ഈ പറയുന്ന കേസിൻ്റെ വസ്തുത ഞാൻ മുമ്പേ പരാമർശിച്ച ദേശദ്രോഹത്തിനും അതുപോലെയുള്ള നാഷണൽ സെക്യൂരിറ്റിക്കും ഒക്കെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇത് NIA അന്വേഷിക്കേണ്ടതാണ് എന്ന് തീരുമാനിച്ച് NIAക്ക് നിർദ്ദേശം കൊടുക്കും. ഏറ്റവും ചുരുങ്ങിയത് 2 മാസം. എത്ര നമുക്കറിയാം, ഗവൺമെൻറ് ഓഫീസുകളിലെ ഫയൽ നീക്കങ്ങൾ ആദ്യം പോലീസ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കണം. സ്റ്റേറ്റ് ആഭ്യന്തര വകുപ്പ് അത് പഠിച്ചിട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കൊടുക്കണം. ആ ആഭ്യന്തര വകുപ്പ് അത് പഠിച്ചിട്ട് NIA നിർദ്ദേശിക്കണമെങ്കിൽ ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ ഏറ്റവും വലിയ വേഗത ഉപയോഗിച്ചാലും 2 മാസം സമയമെടുക്കും. അപ്പോൾ അത് അത്രയും കാലം കൂടി ഇവർക്ക് ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കുവാൻ ഉള്ള ഒരു കണ്ടുപിടിച്ച ഒരു കുറുക്കുവഴിയായിരുന്നു. അതാണ് നമ്മളതിൻ്റെ അകത്തൊരു നിയമത്തെ വളച്ചൊടിച്ച് ഭരണകൂടങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ചില വഴികളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതാണ്. പക്ഷേ എന്തൊക്കെയോ സമ്മർദ്ദം കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയാണ്, നിങ്ങൾ ജാമ്യാപേക്ഷ കൊടുക്കൂ, കിട്ടും. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് എങ്ങനെയാണ് ജഡ്ജിയോട് ജാമ്യം കൊടുക്കാൻ പറയുക? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പറയാൻ കഴിയുമോ? ഇല്ല, പറയാൻ കഴിയില്ല. ഇവിടെ ഏതെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ, അയാൾ ആഭ്യന്തര വകുപ്പും കൂടെ കൈകാര്യം ചെയ്യുന്നത്, അയാൾ ഇവിടുത്തെ ഡിസ്ട്രിക്ട് കോർട്ടിൽ ജഡ്ജിയോട് വിളിച്ച് പറയുമോ, എൻ്റെ പാർട്ടിയിലെ പ്രതികൾ ജാമ്യം കൊടുത്തേക്ക്. അന്ന് തീർന്നു ജുഡീഷ്യറി, അന്ന് തീർന്നു ആ ഭരണ സംവിധാനം. ഇതൊക്കെ വിചിത്രമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് വിചിത്രമായ രീതികളിലൂടെയാണെങ്കിലും നമ്മുടെ സഹോദരിമാർ പുറത്തിറങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന നിയമ ലംഘനങ്ങൾ, ഭരണകൂടം എപ്പോഴും ഒരു ജനതയ്ക്കെതിരായി മാറുന്നു എന്നുള്ളതിൻ്റെ ഇത്തരം തെളിവുകൾ നമ്മുടെ മുന്നിൽ ഏറെയാണ്. ഇതാണ് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നീട് ഈ പ്രീണനം അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ സ്വാധീനിക്കൽ എന്നൊക്കെ പറയുന്നത് പുറത്ത് കാണിക്കുന്ന ചില മീഡിയകളെ ഉപയോഗിച്ച് പുറത്ത് കാണിക്കുന്ന ചില പെർഫോമൻസുകൾ മാത്രമാണ്. ആക്ച്വലി ഇവിടെ ആരും പ്രീണിപ്പിക്കുന്നൊന്നുമില്ല. മൈനോറിറ്റിയോട് എക്കാലത്തും ഭൂരിപക്ഷത്തിന് വിരോധമില്ലായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തേക്ക് വിസ്മൃതിയിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇവരെ ഉപദ്രവിക്കൂ എന്ന് പറയുന്ന ഒരു സൈക്കോളജി ഓഫ് റേജ്, വെറുപ്പിൻ്റെ മനഃശാസ്ത്രം വളർത്തിയെടുക്കുന്നതിൽ ഒരു പരിധിവരെയല്ല വളരെയധികം നമ്മുടെ ഭരണകൂടങ്ങൾ വിജയിച്ചു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചുകൂടി സമുന്നയത്തിൻ്റെ പാതയിലൂടെ പോകുന്നതാണ് ഭരണകൂടത്തിൻ്റെ നന്മയ്ക്കും രാജ്യത്തിൻ്റെ നന്മയ്ക്കും നല്ലത് എന്നുള്ള
ഒരു ബോധ്യത്തെ മറയ്ക്കാൻ വേണ്ടിയാണ് ഇവർ ഭൂതകാലത്തെ വിസ്മരിക്കുന്നത്. ഇവിടെ ഹമീദ് സാറ് പിന്നെ എടുത്തു പറഞ്ഞൊരു പേരാണ് പണ്ഡിറ്റ് നെഹ്റു. പണ്ഡിറ്റ് നെഹ്റുവിനെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കി, പണ്ഡിറ്റ് നെഹ്റുവിനെ വിസ്മൃതിയിലാക്കുകയാണ്. നമ്മൾ രാഷ്ട്രശില്പി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ അതാണ് പഠിച്ചത് നെഹ്റുവിനെ കുറിച്ച്. വടക്കേ ഇന്ത്യയിലുള്ള എല്ലാ പുസ്തകങ്ങളിലും നെഹ്റുവിനെ എടുത്തു മാറ്റി. ഇന്ത്യയിൽ സോഷ്യലിസം സ്ഥാപിച്ച, ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിച്ച, ഇന്ത്യയിൽ പിന്നെ സെക്യുലറിസ്റ്റം മനുഷ്യസ്നേഹം സ്ഥാപിച്ച നെഹ്റു ഇന്ന് വിസ്മൃതിയിലാവുകയാണ്. മഹാത്മജിയുടെ പ്രതിമയ്ക്ക് നേരെ ഒരു സ്ത്രീയെ കൊണ്ട് വെടിവെപ്പിച്ചിട്ട് അവർ സന്യാസിനിയാണെന്ന് അവകാശപ്പെട്ടിട്ട് അത് പിന്നെ ഷൂട്ട് ചെയ്തിട്ട് ലോകം മുഴുവനുള്ള ചാനലുകളിലും മീഡിയകളിൽ വിഷ്വൽ മീഡിയകളിൽ വിടുക എന്നുള്ള അവസ്ഥയിലേക്ക് രാഷ്ട്രീയ നേതൃത്വം മാറിക്കഴിയുന്നത് നമ്മുടെ രാജ്യത്തെ നിർമ്മിച്ച, നമ്മുടെ ഭൂതകാലത്തെ നിർമ്മിച്ച, നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള വഴികൾ കാണിച്ചു തന്ന, നമ്മളെ പ്രത്യാശാഭരിതരാക്കിയ, മനുഷ്യ ജീവിതത്തിൻ്റെ നന്മകളിൽ മാത്രം അടിയുറച്ച് വിശ്വസിച്ച പൂർവ്വസൂരികളെ വിസ്മരിക്കുക കൂടി ചെയ്യുവാൻ വേണ്ടിയുള്ള രീതിയിൽ നമ്മുടെ സിലബസുകൾ മാറിയിരിക്കുന്നു, നമ്മുടെ മീഡിയ സംസ്കാരം മാറിയിരിക്കുന്നു. കൺഫർമേഷൻ ബയാസ് എന്നാണ് അതിന് പുതിയ ടെർമിനോളജി. നമ്മൾ മുൻവിധി എന്നൊക്കെ പറയുമല്ലോ, മുൻവിധിയുടെ വല്യുപ്പയാണ് കൺഫർമേഷൻ ബയാസ്. വി ആർ ഫിക്സിങ് എ തിങ്. അതിനാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. ഓൾറെഡി ഇവരിങ്ങനെയാണ്, ഇവർ ശരിയല്ല എന്നുള്ള രീതിയിൽ ഒരു സത്യാനന്തരകാല ഒരു പ്രചരണവും കൂടി, സത്യം അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ പറയുന്നതാണ് സത്യം, യഥാർത്ഥം അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ പറയുന്നതാണ് സത്യം എന്നുള്ള ഒരു പ്രചരണം കൂടി ഭരണകൂടവും ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന അവരുടെ മീഡിയകളും പത്രങ്ങളും ഒക്കെ അഴിച്ചുവിടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ. പക്ഷേ ക്രൂരത കൊണ്ടും മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കൊണ്ടും ഒന്നും ഈ ലോകത്തെ ആരും എക്കാലവും അടക്കി ഭരിച്ചിട്ടില്ല. ഇതിനേക്കാളും ക്രൂരമായ, ഗോപിയേട്ടൻ പറഞ്ഞ മാതിരി, ഇതിനേക്കാൾ ക്രൂരമായ, ഇതിനേക്കാൾ പരുഷമായ, ഇതിനേക്കാൾ അവിശ്വസനീയമായ യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് വന്ന ചരിത്രമാണുള്ളത്. ആ ചരിത്രത്തിൻ്റെ ശക്തി, ആ പ്രാർത്ഥനയുടെ ശക്തി, ആ സ്പിരിച്വാലിറ്റിയുടെ ശക്തി ഒക്കെ അറിയാത്ത വിഡ്ഢികൾ കാട്ടിക്കൂട്ടുന്ന താൽക്കാലിക കോപ്രായങ്ങളായിട്ട് ഇതിനെ കണ്ടാൽ മതി. ശാന്തി സ്നേഹവും എന്നും വാഴുക തന്നെ ചെയ്യും. നന്ദി.